ഇത് നിങ്ങളുടെ ടെലിബി ഗവൺമെന്റ് സ്കീമുകൾ. പ്രിയ സുഹൃത്തുക്കളെയും സ്നേഹമുള്ള ബന്ധുക്കളെയും നിങ്ങളുടെ സ്വാതിയിൽ നിന്നും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമ്മുടെ മധ്യ സംസ്ഥാന സർക്കാർ ചേർന്ന് ജനങ്ങൾക്ക് സ്വന്തം ബിസിനസ് തുടങ്ങാനും നാം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ വികസിപ്പിക്കാനും നിരവധി പദ്ധതി സഹായങ്ങൾ നൽകുന്നു. അത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളും ലാഭമുള്ള ബിസിനസ് ടിയാസും നമ്മുടെ ടെലിബി ചാനലിൽ ഓരോന്നായും വിശദമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ വീഡിയോയിൽ നാം സംസാരിക്കാനിരിക്കുന്ന പദ്ധതി പോളിഹൌസ് കൃഷി, അതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു തീർക്കൂ. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. പോളിഹൌസ് കൃഷിയും അതിന്റെ കൂടുതൽ നവീകരിച്ച രൂപമായ ഹൈഡ്രോപോണിക്സ് കൃഷിയും ലോകമെമ്പാടും ഇന്ന് ഭക്ഷ്യവായ്പ നിറവേറ്റുന്ന അത്യാധുനിക പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളാണ്. ഇനിയും വരാനിരിക്കുന്ന കാലത്ത് ഈ രീതികളിലൂടെയാണ് ലോകമാകെ ഭക്ഷ്യശ്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളത്. ഇന്ത്യയിൽ പോളിഹൌസ് കൃഷി വളരെ വേഗത്തിൽ പ്രശസ്തമാകുകയാണ്. കുറഞ്ഞ ഭൂമിയിൽ നിന്ന് തന്നെ കർഷകർക്ക് ഉയർന്ന വിളവും സാധാരണ കൃഷിയേക്കാൾ 8 മടങ്ങ് കൂടുതൽ ലാഭവും നേടാൻ കഴിയുന്നുണ്ട്. ഇത് ഭാവിയിലെ കൃഷിരീതിയായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ നാം പോളിഹൌസ് ടെക്നോളജി, അത് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പരിപാലിക്കാം എന്ന് ഒറ്റനോട്ടത്തിൽ നോക്കാം. പോളിഹൌസ് കൃഷിയും ഹൈഡ്രോപോണിക്സ് കൃഷിയും അല്ലെങ്കിൽ നിയന്ത്രിത കാലാവസ്ഥ കൃഷിയും കാലാവസ്ഥയിലെ മാറ്റങ്ങളും വെല്ലുവിളികളും നേരിടാനുള്ള നവീനവും ബുദ്ധിമതിയായ രീതിയാണ്. പോളിഹൌസ് കൃഷിയിലൂടെ താപനില, ഈർപ്പം, പ്രകാശം എന്നിവയെ നിയന്ത്രിച്ച് ഉയർന്ന വിളവിലും ഗുണമേന്മയിലുമുള്ള വിളകൾ വളർത്താം. ഇത് കാലാവസ്ഥ മാറ്റങ്ങൾ മറികടക്കാനും ജലവള സംരക്ഷണത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ പോളിഹൌസ് കൃഷിയെ തിരഞ്ഞെടുക്കുന്നു. പോളിഹൌസ് കൃഷി എന്നത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിയുന്ന ഒരു നിർമ്മിത ഘടനയ്ക്കുള്ളിൽ വിളകൾ വളർത്തുന്നതാണ്. വർഷം മുഴുവൻ പുറത്തുള്ള കാലാവസ്ഥയെ ആശ്രയിക്കാതെ നിർണായക വിളകൾ വളർത്താനാകും. താപനില, ഈർപ്പം, പ്രകാശം എന്നിവ നിയന്ത്രിക്കുമ്പോൾ വിളവിൽ വർധനവുണ്ടാകും. രോഗബാധയും കീടബാധയും കുറയും. വെള്ളവും മറ്റ് ഉറവിടങ്ങളും ലാഭിക്കും. പോളിഹൌസ് കൃഷി നവീനമായ, പരിസ്ഥിതി സൗഹൃദമായ, ഉയർന്ന ഉത്പാദനശേഷിയുള്ള കൃഷിരീതിയാണ്. നിങ്ങൾ പോളിഹൌസ് കൃഷിയിലേക്കുള്ള ആദ്യ കാൽവയ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഒരുക്കമാണ്. മികച്ച കവർ മെറ്റീരിയലുകളും ആവശ്യമായ ഉപകരണങ്ങളും നിങ്ങളുടെ ആവശ്യാനുസരണം ഡിസൈൻ ചെയ്ത പോളിഹൌസ് ഒരുക്കിയും നിങ്ങളുടെ വിളയും വിജയവും ഞങ്ങൾ സംരക്ഷിക്കും. പോളിഹൌസ് കൃഷിയുടെ പ്രധാന ലക്ഷ്യം വർഷം മുഴുവൻ ഉത്പാദനം, സീസണിന് പുറത്ത് വിപണിയിലെ വില കൂടിയ വിളകൾ ഉത്പാദിപ്പിക്കൽ, കുറവ് ഭൂമിയിൽ കൂടുതൽ ലാഭം നേടൽ. വളർത്താവുന്ന വിളകളെ തിരഞ്ഞെടുക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കണം. കാരണം പോളിഹൌസ് നിർമ്മാണച്ചെലവ് കുറവല്ല. താത്പര്യം വയ്ക്കേണ്ട, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. പോളിഹൌസ് നിർമ്മാണം ചെലവേറിയതായി തോന്നാം, എന്നാൽ പരമ്പരാഗത കൃഷിയേക്കാൾ മടങ്ങ് കൂടുതൽ ലാഭം ലഭിക്കുന്നു. മധ്യ സംസ്ഥാന സർക്കാരുകൾ പലയിടത്തും അനുദാനം, സബ്സിഡികൾ നൽകുന്നു. പോളിഹൌസ്, ഹൈഡ്രോപോണിക്സ്, ഗ്രീൻ ഹൌസ് കൃഷിക്ക് അനുയോജ്യമായ വിളകൾ: കായ്ക്കറി വിളകൾ, തക്കാളി, ക്യാപ്സിക്കം, വെള്ളരിക്ക, മുളക്, ബ്രയാക്കോളി, ഇലയിലുകൾ, വിദേശകറികൾ. പഴവർഗ്ഗങ്ങൾ: സ്ട്രോബെറി, റാസ്പ്ബെറി, പപ്പായ, വാഴ, മാവ്, മാതളനാരങ്ങ. പുഷ്പവർഗ്ഗങ്ങൾ: റോസ്, ജെർബർ, കാർണേഷൻ, ഗ്ലാഡിയോൾസ്, ആന്തൂര്യം, ക്രിസാന്തിമം, ലില്ലി, ഓർക്കിഡ്സ്. ഇരു സർക്കാർ പദ്ധതികളും ഇന്ത്യയുടെ കൃഷിവകുപ്പിന്റെയും കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെയും കീഴിലാണ്. 1 നാൽബ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, പദ്ധതി നമ്പർ 1, പദ്ധതി മോഡിൽ സംരക്ഷിത കൃഷി. 2 നാമ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ. നിങ്ങളും പുതിയ പോളിഹൌസ് നിർമ്മിച്ച് നിങ്ങളുടെ ഭാവിയെ പ്രകാശമയമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ബന്ധപ്പെടേണ്ട വിലാസവും ഫോൺ നമ്പരും നൽകുന്നുണ്ട്. സർക്കാർ വായ്പാ പദ്ധതികളും അധികാരപരമായ അറിയിപ്പുകളും നാം തുടർച്ചയായി നിങ്ങൾക്ക് എത്തിക്കും. അതിനാൽ ടെലിബി ഗവൺമെന്റ് സ്കീമുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്തൂ. ലൈക്ക് ചെയ്യൂ. സുഹൃത്തുക്കളും ബന്ധുക്കളുമായും പങ്കിടൂ.
ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. നന്ദിയോടെ നിങ്ങളുടെ ടെലി ബി, നിങ്ങളുടെ സ്വാതി.